ത്യാഗത്തിനും കഴിവിനും ആദരമർപ്പിച്ച് എളങ്ങുന്നപ്പുഴ 24-ാം വാർഡ് സംഘടിപ്പിച്ച മഹാത്മാഗാന്ധി കുടുംബ സംഗമം അജയ് തറയിൽ ഉദ്ഘാടനം ചെയ്തു. This news brought to you by ആണിഹാരി. എത്ര പഴകിയ ആണിരോഗവും നിശേഷം മാറ്റി സുഖപ്പെടുത്തുന്നു. നടക്കൂ, സുഖമായി നടക്കൂ. എളങ്ങുന്നപ്പുഴ ഗ്രാമപഞ്ചായത്ത് നിയുക്ത 22-ാം വാർഡ് കുടുംബ സംഗമവും രാജ്യത്തിനു വേണ്ടി സേവനമനുഷ്ഠിച്ച ജവാന്മാരെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും ആദരിച്ചു. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം അജയ് തറയിൽ ഉദ്ഘാടനം നടത്തി. ബ്രിട്ടീഷുകാരിന്റെ ഭിന്നിപ്പിച്ച് ഭരിക്കുക, ഇന്ത്യയിലെ മുസ്ലിമിനെ മുസ്ലിമാക്കി മാറ്റി, ക്രിസ്ത്യാനിയാക്കി മാറ്റി, വ്യത്യസ്തങ്ങളായ രാഷ്ട്രീയമായ കാഴ്ചപ്പാടുകൾ, മതപരമായ പ്രീണനങ്ങൾ ഈ രാജ്യത്ത് കടത്തിവിട്ട് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന നയമാണ് ബ്രിട്ടീഷുകാർ സ്വീകരിച്ചത്. ഞാൻ ഓർക്കുന്നു, ബ്രിട്ടീഷുകാരുടെ കാലത്ത് മിലിറ്ററിയിൽ കൊടുത്ത സോപ്പ് അത് വലിയ വിവാദ വിഷയമായി. ആ സോപ്പിനകത്ത് പശുവിന്റെ നെയ്യാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നെയ്യ് എന്ന് പറയുന്നത് ഈ വെട്ടുനെയ്യ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഹിന്ദുക്കാരൻ, അത് പന്നിയുടെ നെയ്യാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു മുസ്ലിംകാരൻ. അതുപോലെ ഇന്ത്യയിലെ മിലിറ്ററി അടക്കമുള്ള മേഖലകളിൽ ഭിന്നിപ്പിന്റെ സ്വരം പകർന്നുകൊണ്ട് ബ്രിട്ടീഷുകാർ പോയപ്പോൾ വാർഡ് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ രാജു അധ്യക്ഷത വഹിച്ചു. ഓച്ചന്തുരത്ത് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബിജു കണ്ണങ്ങനാട്ട് മുഖ്യപ്രഭാഷണം നടത്തി. മഹാത്മാഗാന്ധി യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം മാത്രമാണ് ആഗ്രഹിച്ചിരുന്നത്. ബ്രിട്ടീഷുകാരിൽ നിന്നും, ഒരു വിദേശ രാജ്യത്തിന്റെ ആധിപത്യത്തിൽ നിന്നും ഈ രാജ്യത്തെ മോചിപ്പിക്കണമെന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ യഥാർത്ഥത്തിൽ ആദ്യമേ മഹാത്മാഗാന്ധിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തെ അതിൽ തിരുത്തിയത് കേരളത്തിലുള്ള ചില നവോത്ഥാന നായകന്മാരാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്വാതിർ സത്യൻ, വിവേക് ഹരിദാസ്, MP ക്ലീറ്റസ്, AS ശ്യാംകുമാർ, ലില്ലി ആൽബർട്ട്, ഷാനുകുട്ടൻ, തങ്കച്ചൻ, സുരേഷ് പുത്തൻചിറ, ഷിജിത് TS, ബേബി അജയകുമാർ, ജെൻസി സ്റ്റീഫൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. നമ്മുടെയെല്ലാം വികാരമാണ്, നമ്മുടെയെല്ലാം നമുക്കെല്ലാം വഴിതെളിച്ച ആദർശങ്ങൾ പകർന്നു തന്ന, മതേതരത്വത്തെ പറ്റി നമ്മളെ പഠിപ്പിച്ച നമ്മുടെ നേതാവാണ്. ചരിത്രത്തിൽ മഹാത്മാഗാന്ധിയുടെ സ്ഥാനം എന്താണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ചരിത്രമാണ് ഇന്ത്യയുടെ ചരിത്രം. ആ ചരിത്രത്തിൽ നിന്നാണ്, ആ പോരാട്ടങ്ങളിൽ നിന്നാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യമടക്കം ലഭിച്ചത്. ആ മഹത് വ്യക്തിയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഇന്ത്യയിലെ തുടർന്ന് സാന്ത്വനം സ്വയം സഹായ സംഘത്തിലെ അമ്മമാരുടെ തിരുവാതിര കളിയും നടന്നു. ന്യൂസ് ഡെസ്ക്, നാട്ടുവാർത്ത, വളപ്പ്.